ഹലോ, അങ്ങനെ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ബാംബു ട്രക്കിങ്ങിന്റെ കാർ പാർക്കിങ്ങിലാണ്. അപ്പൊ ഇവിടുന്നാണ് ബാംബു ട്രക്കിങ് തുടങ്ങുന്നത്. നമ്മൾ ബാംബു ട്രക്കിങ്ങിന് പോകാൻ പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഇവിടെ അധിക കടകളൊന്നുമില്ല. ഈ കാണുന്ന 1-2-3 കടകളേ ഉള്ളൂ. നമുക്ക് നേരത്തെ തന്നെ മുമ്പ് പോയൊരു ട്രക്കേഴ്സ് ഇൻഫർമേഷൻ തന്നിരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ വെള്ളമൊക്കെ കയ്യിൽ കരുതാൻ. അതുകൊണ്ട് തന്നെ നമ്മള് 2 ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതിയിട്ടുണ്ട്. കല്ലുകൾ കൊണ്ടാണ് നമ്മുടെ പാത ഒരുക്കിയിട്ടുള്ളത് അല്ലേ? ബാംബു കണ്ടിട്ടില്ല, കുറച്ച് കഴിയുമ്പോ കാണിക്കാറില്ലേ? കണ്ടിട്ട് നോൺ ക്രിയാറ്റിന്റെ അത്ര സീൻ ഇല്ല തോന്നുന്നുണ്ട്. അല്ല, നോൺ ക്രിയാറ്റിൻ നമ്മൾ ആദ്യം കാണുമ്പോ സീനായി തോന്നിയിട്ടില്ലായിരുന്നു. തിരിച്ചു കയറുമ്പോഴാണല്ലോ എല്ലാത്തിന്റെ സീന് വരുന്നത്. ഇവിടെ 100 രൂപ എൻട്രി ഫീസ് ഉണ്ട്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യമല്ലായിരുന്നു. എനിവേ ഈ ട്രക്കിങ്ങിന് 100 രൂപ എൻട്രി ഫീ ഉണ്ട്. ഇവിടെയാണ് കൗണ്ടർ. സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ട്, പക്ഷെ അത് അവര് വെട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് അത് കിട്ടൂല തോന്നുന്നു, അത് വെട്ടിയിട്ടുണ്ട്. മൗരിങ്കാക്കിലേക്ക് 1.27 കിലോമീറ്റർ. നമ്മുടെ ഈ ബാംബു ട്രക്കിന് മറ്റൊരു പേരുണ്ട്, മൗരിങ്കാക്ക് ട്രക്ക് എന്നും കൂടെ ഇവിടെ അറിയപ്പെടുന്നത്. ഈ പ്ലേസിന്റെ പേരാണ്. ഈ പ്ലേസിന്റെ പേരാണ്. ആ കാണുന്ന റിവറാണ് വാഹിരിയോ റിവർ. ആ റിവറിലേക്ക് ഇതിൽ കൂടെ പോയ കാണാൻ കഴിയുന്ന റിവർ നമ്മൾ ക്രോസ് ചെയ്യുന്നു തോന്നുന്നുണ്ട് ട്രക്കിന്റെ അടിയിൽ. പോയി നോക്കാം. നാജിം ഭായ്, കേക്കാരോ? എങ്ങനെയുണ്ട് യാത്ര? I think it was quite risky for us. Quite risky for us, Nane. What about you, Mr. Zain? I think this is easy for me. Because you slept around 20 hours yesterday. No, I didn't sleep yesterday. That's why you drove the car. അങ്ങനെ ഫൈനലി നമ്മൾ ബാംബു കണ്ടു. ബാംബു ബ്രിഡ്ജ്, ഒരു ബാംബുവിന്റെ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഉണ്ട്. ഈ റിവറാണ് ഹീരിയോ റിവർ. ഇതിന് കുറുകെ ഫസ്റ്റ് ബ്രിഡ്ജ് നമ്മൾ കവർ ചെയ്യാണ്. ഇങ്ങനത്തെ കുറെ ബ്രിഡ്ജ് ഉണ്ട് ഈ ട്രക്കിങ്ങിൽ. ആ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമ്മൾ ദ്വാക്കിയിൽ എക്സ്പെക്ട് ചെയ്ത വെള്ളം ഇവിടെയാണ് കണ്ടത്, പക്ഷെ ഇവിടുന്ന് കാണുന്നില്ല, ആ കാണുന്നതാണ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കാണുന്നുണ്ട്. ദ്വാക്കിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ വെള്ളം അവിടെ. അങ്ങോട്ട് അങ്ങോട്ട് ഗൈസ്, ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. ഈ കാണുന്ന വെള്ളം. ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ കണ്ട് മടുത്തു പറഞ്ഞില്ലേ നോൺ ക്രിയാറ്റെന്ന്. ഫൈനലി ഞങ്ങള് ബാംബു കണ്ടു. ബാംബുവിന്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ചെറിയ ബ്രിഡ്ജ് കടന്നിട്ട് വേണം, അവിടെ നമ്മൾ ദൂരത്ത് കണ്ടു അല്ലെ, കുറച്ചാണ്ട് പോവാനുണ്ട്. പക്ഷെ ഞങ്ങൾ കണ്ടു, ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതെത്ര ദൂരം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എന്താ നാജിം ഭായ്, താങ്കളുടെ ഒരു വ്യൂ? എത്ര ഉണ്ടായാലും നമ്മൾ കയറി ഇറങ്ങും. നമ്മൾ കയറും, അത്രേ ഉള്ളൂ അല്ലേ? അതിന്റെ അറ്റം വരെ കയറും. നമ്മളെ നോൺ ക്രിയാറ്റ് ട്രക്ക് നടത്തിയ സമയത്ത് ഏകദേശം 3500 അടി ഉണ്ടായിരുന്നു. അത് നമ്മൾ നല്ല ഊറ്റത്തില് വണ്ടി പോയി ഇറങ്ങി, ഇതൊക്കെ എന്ത് എന്നുള്ളതില്. പിന്നെ അവിടുന്ന് നമ്മള് റെയിൻബോ ഫാൾസിന് പിന്നെ ഒരു 1000 അല്ലേ? 1000 ഒക്കെ ഉണ്ടാവും, 1000 ഉണ്ടാവും. അത് കണ്ടപ്പോ നമ്മള് ഊറ്റത്തില് അതും പോയി കേറി കഴിഞ്ഞപ്പോഴാണ് തിരിച്ചിറങ്ങാനുള്ള കാര്യം നമ്മൾ ആലോചിക്കണേ. തിരിച്ചിറങ്ങാ പറയുമ്പോ ഒരു മല ഇറങ്ങിയിട്ട് വേണം അടുത്ത ഇത് കയറാന്. അത് കയറിയപ്പോ ഞങ്ങൾ 1.5 പെടല് വെട്ടിക്കണേ. വെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത്ര ദൂരം പോയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇത് അതിലേറെ ടാസ്ക് ആകോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഞാൻ എന്താ തോന്നണേ? ടാസ്ക് ഉണ്ടാവും, പക്ഷെ നമ്മള് സിമ്പിളായി കംപ്ലീറ്റ് ആക്കൂലേ? അറിയുള്ളൂ. രണ്ട് മൂഡാണ് അല്ലേ? ബാംബു ട്രക്ക് പറയുന്നത് എൻ്റയർലി വേറെ മൂഡാണ്. ഇതിന്റെ ഇപ്പൊ നമ്മള് വന്ന സ്ഥലം എനിക്ക് തോന്നുന്നു ഒന്നും കൂടി രസം ബാംബു ട്രക്കിന്റെ വന്ന സ്ഥലമാണ് അല്ലെ? നോങ്ക്രാറ്റിന്റെ വില്ലേജ് എത്തുമ്പോഴാണ് രസം വരുന്നത്. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഈ വലിയതാ ഈ കാണുന്ന റിവറിന്റെ ഇടയിലൂടെ ഉള്ള
ട്രക്കിങ്ങും അത് കഴിഞ്ഞിട്ട് ബാമ്പു കൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജ് കൊണ്ടുള്ള ട്രക്കിങ്ങും ഒക്കെ വേറൊരു വൈബ് അല്ലേ? തീർച്ചയായും. ഇനി മഴ പെയ്യുമ്പോ വൈബ് എങ്ങനെയാവുന്നുള്ളത് അറിയില്ല. എന്താണേലും പോയി നോക്കാം. ഡാടാ അയിമൊന്നും തോണ്ടി കളിച്ചണ്ട. എന്താണ് ഞാൻ നമ്മളിപ്പോ കണ്ടത്? കാക്ടസ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഡെസേർട്ടുകളിൽ മാത്രം കണ്ടുവരുന്ന ചെടിയാണ്. അത് വാട്ടർ പിടിച്ച് വാട്ടർ സ്റ്റോർ ചെയ്യും അല്ലെ? എന്നാലും അത് ഇവിടെ ഇപ്പൊ എങ്ങനെ വന്നതാവും അല്ലെ? ഐ ഡോണ്ട് നോ മാൻ. ഇത് നമ്മള് ബാമ്പുവിന്റെ ബാമ്പുകൾക്കിടയിലൂടെയുള്ള ട്രക്കിങ്ങിലാണ്. ഇപ്പോഴും ഒരു അധീനത്തെത്തിയിട്ടില്ല. എത്തുമെന്ന വിശ്വാസത്തോടെ വീണ്ടും പവറിലല്ലേ ബിരിയാണി വെച്ചാണ്ടാണ് നമ്മള് കയറുന്നത്. സെയ്ദ് മസൂദ് തന്റെ സഹോദരന് ബിസിനസ്സിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വിദേശത്ത് വലിയ ബിസിനസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ സഹോദരനെ ഒരു നേർച്ചയുടെ ആവശ്യത്തിന് ഈ മല കയറാൻ വിട്ടതാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഈ മല നേർച്ച ചെയ്തിട്ടുണ്ട്. മുകളിൽ എത്തിയാൽ ഈ മല അദ്ദേഹത്തിന് സ്വന്തമായി കൊടുക്കുന്നതാണ്. സഹോദരൻ ഖുറൈശി അബ്രഹാമിന്റെ ബിസിനസ്സിലും ജീവിതത്തിലും ബർക്കത്തും ചോരിക്കൊരിയട്ടെ. ഇന്നലെ ആ വീഡിയോ ഉണ്ടപ്പോളേ ചിരിച്ചിട്ട്. അങ്ങനെ നമ്മളൊരു പ്ലാവ് കണ്ടിട്ടുണ്ട്. കൊറേ ചക്ക കണ്ടപ്പോ നമുക്കൊരു പൂതി. ജൈനോന്റെ തനി സ്വഭാവം എടുക്കാൻ പോവാണ്. ചെറിയ ചക്ക, ചെറിയ കുട്ടിയൊന്നല്ലേ ചക്കല്ലേ. ഇതിന് പഴുത്തുകണ് മുകളിലത്തത്. ഏത്? അയ്യോ ഒറ്റക്കണ ഇതിന് മരത്തുമ്പോ കേറ്. മരത്തുമ്പോ കേറാൻ കഴിയും എന്നെ കൊണ്ട്. എനിക്ക് ഫെഫിൻ ക്യാൻസൂരിയൊക്കെ കാണണേ പോരുട്ടോ. എന്നാ പോവാ. ചക്ക നമ്മളോട് ഭയങ്കണില്ല. അപ്പൊ നമ്മള് ചക്കനോട് പിണങ്ങി പോവാ. കൊറേ ദൂരം സഞ്ചരിച്ച് നമ്മള് എത്തിയപ്പോ ഒരു ചെറിയ കട കണ്ടു. ഇവിടെ ഒരു ചെറിയൊരു അല്ലേ ഒരു വിളക്ക്, ചായ ഉണ്ട്. അപ്പൊ ഇവിടെ ആൾക്കാരുണ്ടാവണം. അതുപോലെ ഇവിടെ ഒരു കട ഉണ്ട്. ഞങ്ങളിപ്പോ ഒരുപാട് ദൂരം ട്രക്ക് ചെയ്തു. നോങ്ക്രിയാറ്റ് വില്ലേജിൽ ഞങ്ങൾ ട്രക്ക് ചെയ്ത സമയത്ത് ഒരുപാട് കടകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാംബു ട്രക്കിങ്ങിന്റെ ഇവിടെ ഇത്ര ദൂരം വന്നിട്ട് ഇപ്പഴാണ് 2 കടകൾ കണ്ടേ. അവിടെ ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അതിന്റെ വ്യൂ എങ്ങനെ ഉണ്ട് നോക്കാം. നോ, ഹറാം സൈൻ കുടിക്കാറില്ല. ഗായ്സ് ഒന്നും പറയാല്ല. കിഡിലൻ വ്യൂ. ആ നദിയും ആ മലയും നമ്മളും എത്ര അകലെയാണെന്നുള്ളത് ഇവിടെ ഫൈനലി നമ്മൾ എൻഡിങ് കണ്ടിട്ടോ. ആ കാണുന്നതാണ് എൻഡിങ്. ഐ തിങ്ക് ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം പോകാനുണ്ട്. തീർച്ചയായും. ഓക്കെ, സംഭവം രസമുണ്ട് അല്ലേ? കൊള്ളാം. അയ്യോ, അവിടെ ഒരു അടിപൊളി വെള്ളം ചാടുന്നുണ്ട് കേട്ടോ. ആ വ്യൂ നോക്ക്. ഗൈസ് അങ്ങനെ പാതാളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. ഒരു 3 മുളവടിയും അതിന്റെ ഒരു മുകളില് ഒരു വേറൊരു വടിയും വെച്ചിട്ടുള്ള ഉണ്ടാക്കിയ പാലത്തും കൂടെയാണ് ഇറങ്ങണേ. നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് ആണിത്. മഴക്കാലത്ത് ഇത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എങ്ങനെ ആവും എന്നുള്ളത് അറിയില്ല. എനിവേ ഈ സമയത്ത് ഞങ്ങൾക്ക് കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ വ്യൂക്ക് എത്തണം. ഞാൻ എന്താ സംഭവം ആകെ മുളയും വടിയൊക്കെ ആണല്ലോ. ഇത് ആ മലമന്ന് ഈ മലമക്കില്ല ബ്രിഡ്ജിന്റെ റിനോവേഷൻ വർക്ക് പണിക്കാരാണ് കാണുന്നത് അല്ലെ? ഇങ്ങനെയാണ് ഇവർ ഇവിടെ ഓരോന്നും ബിൽഡ് ചെയ്യണം അല്ലെ? ഫുള്ള് നോക്കി ചൂടിക്കയർ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യണല്ലോ. എന്തായാലും വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ലേ? ജസ്റ്റ് ഒരു ആർച്ച് പോലെ അല്ലേ അവിടുന്ന് ഇങ്ങോട്ട് ഒക്കെ. ഗൈസ് ഫൈനലി നമ്മള് ബാംബു ട്രക്കിന്റെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് നമുക്ക് കൂറ്റൻ മലനിരകളൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മൾ വരുന്ന സമയത്ത് കണ്ട റിവർ എത്രയോ താഴ്ചയിലാണ്. അത്രയും നമ്മൾ ട്രക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്.
അതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. പിന്നെ ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആണ്, സൂക്ഷിച്ച് നിൽക്കണം. ഓക്കെ, Here, solo? I mean, oh no, I'm in Meghalaya. I'm with this people. That group? Yeah. Okay. How is Meghalaya? Oh, it's pretty cool. Like this is the reason why I came basically. This and the pictures. Did you like it? Yeah, it was. Yeah, okay, thank you. Yeah, good for you. Nice to meet you. What's your name? ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടിപൊളി അഡ്വഞ്ചറസ് ട്രക്കാണ്. കുഴങ്ങി പറ്റപ്പെടുത്ത് പോയിക്കണേ, പറയാൻ കഴിയില്ല. പക്ഷെ നോങ്ക്രിയാറ്റ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഞങ്ങൾ ഫസ്റ്റ് നോങ്ക്രിയാറ്റ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര വലിയ വിഷയം തോന്നില്ല. എന്നാൽ കൂടെ അല്ലേ കുറച്ച് ടയർഡ്നെസ് കുറഞ്ഞ പോലല്ലേ നോൺ ക്രിയേറ്റീവ് ഫസ്റ്റ് നമ്മൾ ട്രക്ക് ചെയ്തോണ്ട്. എന്നാൽ കൂടെ അത്യാവശ്യത്തിന് ട്രക്ക് ചെയ്യാനുണ്ട്. സംഭവം കൊള്ളാം, അടിപൊളി. അപ്പോൾ ഓക്കെ, ഇനി ക്രാങ്ക്ശുരി ഫാളിൽ നിന്നും കാണാം.